എനിക്ക് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്റെ സ്വന്തം കുട്ടിയാണെന്നുള്ളൊരു ഇത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ആക്സിഡന്റിൽ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതാണ്. എടാ മോനെ അമ്മേനോട് ക്ഷമിക്ക്, അമ്മ അറിഞ്ഞിട്ട് മോൻ ക്ഷമിക്കും. ഹായ്, നമസ്കാരം. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിലൂടെ മണിച്ചേട്ടന്റെ അമ്മയായിട്ട് സിനിമയിലൂടെ കടന്നു വന്ന ബിനി ജോൺ എന്ന സിനി ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. എന്നാണ് ഇങ്ങനൊരു നടി ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായേ? ഞാൻ കലാഭവനിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഡാൻസും പാട്ട് ആക്ടിങ് ഒക്കെ. ഓ, ഡാൻസറും കൂടിയാണ്? ചെറുതായിട്ട്. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കലാഭവനില് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഫ്ലവേഴ്സിലെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അവസരം കിട്ടിയായിരുന്നു കോമഡി ചെയ്യാനായിട്ട്. പിന്നെ അവിടെ നിന്ന് സിനിമയിലൊക്കെ. അപ്പോ നമ്മുടെ ഫ്ലവേഴ്സിലൂടെയാണ് കടന്നു വരുന്നത്? അതെ അതെ. ഓ, ഏത് ഇയറിലാണ്? ഒരു 2017-18 കാലഘട്ടത്തില്. അപ്പൊ എത്രത്തോളം സിനിമകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? ഒരു 16-17 മൂവിയൊക്കെ ഏകദേശം. എല്ലാം ഈ സിനി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ക്യാരക്ടറോട് തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരുപാട് നടീനടന്മാരെ പരിചയപ്പെടാൻ, ഇന്ററാക്ട് ചെയ്യാനൊക്കെ? അതെ അതെ. ഇപ്പൊ ചോദിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അതായത് ഇപ്പോ നമ്മുടെ റീൽസിലും യൂട്യൂബ് ചാനലിലൊക്കെ കാണാവുന്നതാണ് ആങ്കേഴ്സിനെ തെറി വിളിക്കുന്ന പരിപാടിയൊക്കെ. ഇന്ന ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇന്ന ചോദ്യം ചോദിക്കണം, അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലെ? ചോദിക്കാലല്ലേ? നമ്മുടെ ഫിലിം ഫീൽഡിനെ പറ്റി പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ലതും കേട്ടിട്ടുണ്ട്, ചീത്തയും കേട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. എന്താണ് അഭിപ്രായം? അത് സിനിമാ ഫീൽഡിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ കുറച്ചിടായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളും അതിൽ പെടുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് സംസാരിക്കുക, പെരുമാറുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കും. പിന്നെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല? അങ്ങനെ വന്നിട്ടില്ല. ആരും മിസ്ബിഹേവ് ചെയ്യുകയോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെങ്കിലും അവർ ഷൗട്ട് ചെയ്യാറാണ് പതിവ്. ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പോ ഇന്ന ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ മനസ്സിൽ? ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി ആയിട്ടുള്ള സീനാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കരയുന്ന സീൻ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചില സമയത്ത് ഗ്ലിസറിൻ പോലും ആവശ്യം ഉണ്ടാവില്ല. റീസെന്റ് ആയിട്ട് ചെയ്ത പടത്തിൽ ഏതാ? ആയിട്ട് ഇപ്പൊ ചെയ്തത് ഒരു 3 ഹീറോയിൻസിൽ ഒരു ഹീറോയിൻ ആയിട്ടാണ് ചെയ്തത്. കൊമ്പൻകുല്ലിമന എന്നിട്ട് മലയാളം. അത് നമ്മുടെ മീര എന്ന് പറഞ്ഞ ഡയറക്ടർ നൗഷാദ് അലത്തൂർ സാറിന്റെ അളിയനാണ് ഡയറക്ടർ. ഫുള്ള് കഴിഞ്ഞു ഷൂട്ട്? അതിന്റെ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു. റിലീസിംഗ് ആയോ? റിലീസിങ് ഡിസംബറിൽ. ഓക്കെ ഓക്കെ. അപ്പോ തമിഴ്, കന്നഡ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല? തമിഴ് ഞാൻ 3 ചെയ്തായിരുന്നു, പക്ഷെ അതുവരെ ഇറങ്ങിയിട്ടില്ല. ചെറിയ പടങ്ങള് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ദൈവം സഹായിച്ചത് ഇറങ്ങട്ടെ. ഇത്രയും നാൾ അഭിനയിച്ചതിൽ ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്? എനിക്ക് എല്ലാ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തത്. പക്ഷെ ഇന്ന ക്യാരക്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ എന്ന് സ്ക്രീനിൽ ഇപ്പൊ സിനിമ കാണാൻ പോവാണ്. അപ്പൊ ക്യാരക്ടർ നമ്മൾ കണ്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം, ഓ ഈ ക്യാരക്ടർ ചെയ്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര നഷ്ടമായി പോയെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ലേ? എനിക്ക് ചാലക്കുടിക്കാരൻ ചങ്ങാതി വിനയൻ സാറിന്റെ അത് മണിച്ചേട്ടന്റെ കഥാപാത്രത്തിന്റെ അമ്മയായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസായത് ദയാഭാരതി എന്ന് പറഞ്ഞ മൂവിയാണ്. അതിലെ മങ്കമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറും എനിക്ക് ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ ഒക്കെ കൂടെ ഹരിഹരൻ സാറ്, കൈലാഷ് അവരുടെ ഒക്കെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു. ഇപ്പോ ഒരു ഫിലിമിൽ നമ്മൾ കാസ്റ്റ് ചെയ്യല്ലോ, അപ്പൊ അവര് സ്ക്രിപ്റ്റ് കണ്ടതിന് ശേഷമാണോ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ തീരുമാനിച്ചതിന് ശേഷമാണോ തീരുമാനിക്കുന്ന സിനിമ ചെയ്യാം, അവരോട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അതോ സെറ്റിൽ ചെന്നതിന് ശേഷമാണോ സ്ക്രിപ്റ്റ് തരുന്നത്? അതെങ്ങനെയാണ്? ഞാൻ ഫിലിം കമ്പനിയിലായിരുന്നു കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കെയർ ഓഫിൽ ഡയറക്ടർമാരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് കലാമന്ദിർ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. എത്ര വർഷമായി? അതൊരു ഏകദേശം ഒരു 18-19 ഇയേഴ്സോളം അതിൽ വർക്ക് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഡയറക്ടേഴ്സായിട്ട് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് പോവാണ്. അതെ. അപ്പൊ അവിടെ ചെല്ലുമ്പോ കംഫർട്ടബിൾ അല്ലെങ്കിൽ? കംഫർട്ടബിൾ അല്ലാതെ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. നമ്മള് വിളിച്ച് നമ്മള് ഒരു വർക്കിന് വിളിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു വേഷമുണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അവിടെ ചെന്നതിന് ശേഷം പറ്റുന്നില്ലാത്തൊരു ക്യാരക്ടർ ആണെങ്കിൽ നോ പറഞ്ഞു പോരോ? അതോ? ഇല്ല, അങ്ങനെയല്ല. നമ്മള് ക്യാരക്ടറിനെ കുറിച്ച് ഫസ്റ്റ് നമ്മളൊരു ഫോണിലൂടെ പറയുമല്ലോ, ക്യാരക്ടറാണെന്ന് പറയുമല്ലോ.
അതിപ്പോ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് പോകുന്നതാണല്ലോ. അവര് തരുന്ന ജോലി നമ്മളെ വിശ്വസിച്ച് തരുന്നതല്ലേ. അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ ഡിസ്കംഫർട്ടബിൾ ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത വർക്കുകളെല്ലാം എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞല്ലോ. ഇന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തപ്പം കൊള്ളാം എന്ന് തോന്നിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല? അതായത് മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറ്, അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ. ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്തപ്പം ഞാൻ വിചാരിച്ച പോലല്ല, ആള് കുറച്ചുകൂടി സിമ്പിൾ ആണ് എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സലീം കുമാർ സാറിനെ കുറച്ച് പേടിയുണ്ടായിരുന്നു, വലിയ ആർട്ടിസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സാറ് നല്ല ഇതായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റിൽ നല്ല അടിപൊളിയായിരുന്നു. അല്ല, പുറമെ പലരും പറഞ്ഞ് കേൾക്കുമല്ലോ, ഭയങ്കര റൂഡാണ് ആള്, സംസാരിച്ച് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ പുറമേ ഉള്ള ആൾക്കാരല്ല നമ്മുടെ ഫിലിം സെറ്റിൽ വരുമ്പോൾ ഉള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും പുറത്തുള്ള ആൾക്കാരെക്കാളും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പോ ഇന്ദ്രൻ സാറ്, ഇന്നസെന്റ് സാറ്, അല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ, പൃഥ്വിരാജ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ഇവരൊക്കെ സെറ്റിലുള്ള പോലെ തന്നെയാണോ പുറമെ? ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഇന്ദ്രൻ സാറിന്റെ കൂടെ 19ാം നൂറ്റാണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് നല്ല പാവമായിരുന്നു സംസാരിക്കാനായിട്ട്. പിന്നെ എനിക്ക് 19ാം നൂറ്റാണ്ടിലെ ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ജാഫർ ഇടുക്കി സാറ്. ജാഫർ ഇടുക്കി സാറ് നമ്മളോട് നല്ലൊരു മകളോട് എന്ന പോലെ നല്ല പെരുമാറ്റമായിരുന്നു. ഇപ്പോ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ, സിനി ആർട്ടിസ്റ്റ് ആയിട്ട്. നമ്മള് അഭിനയിച്ച് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മള് സിനിമ കാണാൻ ചെല്ലാണ് തിയേറ്ററിൽ. സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മുടെ പോർഷൻസ് ഒന്നും അതിനില്ല എന്നറിയപ്പെടുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ നമ്മുടെ ആ സീൻ തന്നെ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, പിന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഓരോ പടം ചെയ്യുമ്പോഴും നമ്മള് ഈ പടം ഇറങ്ങുമ്പോ നമ്മള് രക്ഷപ്പെടും. അപ്പൊ നമ്മള് ഷൂട്ടിങ് കഴിയുമ്പോ തന്നെ എല്ലാവരോടും വിളിച്ച് പറയും, പിന്നെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അപ്പൊ നമ്മള് തന്നെ ചെല്ലുമ്പോഴത്തേക്കും ഫാമിലിയുടെ കൂടെ പോയിട്ടിരിക്കുമ്പോ അങ്ങനത്തെ വിഷമം തോന്നിയിട്ടുണ്ട്. കളറിന്റെ ബേസിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പൊ പല ഫീൽഡിലും, മോഡലിംഗ് രംഗത്തായാലും ഇപ്പോ TV ഷോസ് ആയാലും പല രംഗത്തും അങ്ങനെ കളറിന്റെ ബേസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരും അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ അതാരും വെളിയിൽ പറയാറില്ല, ആ വഴിക്ക് അങ്ങ് പോവുള്ളൂ. ഇപ്പോ ഫിലിം രംഗത്തും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? സിനിമയുടെ ഇതിൽ എനിക്ക് സീരിയല് സീരിയലിന് പ്രശ്നങ്ങളുണ്ട്. സീരിയൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഫെയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു സ്ത്രീ എന്നെ നല്ലപോലെ അപമാനിച്ചായിരുന്നു. അത് ഞാൻ മാത്രമല്ല, മറ്റുള്ളവരെ മുമ്പ് വെച്ചിട്ട് തന്നെ അപമാനിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു കളറായതുകൊണ്ടാണ് ആ സിനിമയിൽ എനിക്കൊരു മെയിൻ ക്യാരക്ടർ കിട്ടിയത്. പക്ഷെ ഞാൻ നല്ല വെളുത്തിട്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു റോള് കിട്ടാൻ പറ്റും. ഓരോ കളറിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതെ. ഇപ്പോ ആ ഒരു കളറായെന്ന് വെച്ചിട്ട് നമ്മൾ മെന്റലി അവര് പറയുന്ന കേട്ട് വിഷമിച്ച് ആ വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ലൈഫ് അങ്ങ് പോയി എന്നാണ്. നമ്മളതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എന്താണോ അതാണ് സ്ക്രീനിൽ കാണണ്ടേ. അതല്ലാണ്ട് അതും ഇതും ചെയ്ത് പുട്ടിയടിച്ച് ചെന്ന് അതിന്റെ ആവശ്യമില്ല. ദയവായിട്ട് ചെയ്തത് എന്താണോ അതുപോലെയല്ലേ നിൽക്കണ്ടേ. കളറിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കുക, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്ര വയസ്സായി? പെൺപിള്ളേരോട് വയസ്സ് ചോദിക്കാൻ പാടില്ല, എന്നാലും എത്ര വയസ്സായി? അത് ഞാൻ പറയില്ല, എന്റെ സ്ക്രീൻ ഏജ് ആണ് എന്റെ ഏജ്. അതിപ്പോ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എത്ര വയസ്സായി? അതിപ്പോ എന്നോട് ചോദിച്ചാലും ഞാനും പറയത്തില്ല എത്ര വയസ്സായി, എത്ര തോന്നും. ഓക്കെ, അതാണ് എന്റെ വയസ്സ്. ഞാൻ അതല്ലാണ്ട് വയസ്സ് പറയില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാണ് മാമിന് എത്ര വയസ്സായി എന്നുള്ള കാര്യം. ഇപ്പോ ചെയ്തിട്ടുള്ള പടങ്ങളിൽ വെച്ചിട്ട് കുറെ ജോണേഴ്സിലുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പം ത്രില്ലേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി മൂവി ആയിക്കോട്ടെ, കോമഡി പടങ്ങളായിക്കോട്ടെ, ഏത് ജോണേഴ്സിലുള്ള പടങ്ങൾ ചെയ്യാനാണ് താല്പര്യം? ത്രില്ലേഴ്സ് ആണോ അതോ? എനിക്ക് ത്രില്ലറും പിന്നെ ഹൊററും. അത് രണ്ടും എനിക്കിഷ്ടം. ഇപ്പോ ആരുടെങ്കിലും ഒരു ലൈഫ് സ്റ്റോറി സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരുടെ ഏത് രീതിയിലുള്ള, ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഗവല്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇന്നൊരാളുടെ സ്റ്റോറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏതെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? അത് ഫൂലൻ ദേവിയുടെ ക്യാരക്ടർ. അതെ, കൊള്ളാം. എന്തായാലും ഇപ്പോ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആൻസർ പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല, ഇങ്ങനെ ഒരു നോട്ടം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ, ഡയലോഗ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ ചെയ്തിട്ടുള്ളത്, ഒന്ന് അഭിനയിച്ച് കാണിക്കൂ. ഞാന് ജീവനാംശം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. തൊടുപുഴയില്. അത് ഹീറോയിനായിട്ട് ചെറിയൊരു മൂവിയായിരുന്നു.
അപ്പൊ അതിനകത്ത് ഞാന് എനിക്ക് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എൻ്റെ സ്വന്തം കുട്ടിയാണെന്നുള്ളൊരു ഇത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ആക്സിഡന്റിൽ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതാണ്. എടാ മോനെ അമ്മേനോട് ക്ഷമിക്ക്, അമ്മ അറിഞ്ഞിട്ട് മോൻ ക്ഷമിക്കും. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദയാഭാരതി എന്ന മൂവിയിലേക്ക് നമുക്ക് വരാം. അതില് ഹരിഹരൻ സാറ് പാടി അഭിനയിച്ചിട്ടുണ്ട്, നഞ്ചിയമ്മ പാടി അഭിനയിച്ചിട്ടുണ്ട്, ബാദുഷാക്ക, ഗോകുലം ഗോപാൽ സാറ്, അങ്ങനെ ഒരുപാട് പേര്, നെയ സക്സേന, അങ്ങനെ വലിയൊരു ക്രൂവിന്റെ കൂടെ പടം ചെയ്തത് പുറത്തിറങ്ങി. അത് കണ്ടപ്പോൾ ഉള്ള ഇമോഷൻ എന്തായിരുന്നു? അപ്പൊ എനിക്ക് തിയേറ്റർ വന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരുപാട് പടത്തിൽ അഭിനയിച്ചു, കുറെ സീൻ എഡിറ്റ് ചെയ്ത് പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്ന് ഒരു സീൻ എഡിറ്റ് ചെയ്ത് പോയില്ല, എല്ലാ സീനും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദയാഭാരതി പോലെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ മാമിനെ തേടിയെത്തട്ടെ. മാം ആഗ്രഹിച്ച പോലെ നല്ല നല്ല വേഷങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.